തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MG രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ പാർട്ടിയും മദ്രാസ് ദൂരദർശൻ കേന്ദ്രത്തിന് ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ കഥയാണ് അന്ന് അവിടെ ദൂരദർശനിൽ പ്രവർത്തിച്ചിരുന്ന K. കുഞ്ഞികൃഷ്ണൻ അനുസ്മരിക്കുന്നത്. പാർട്ടി നേതാവായിരുന്ന ജയലളിത പങ്കെടുത്ത ചില പരിപാടികൾ ദൂരദർശൻ വേണ്ടവിധം കൊടുത്തില്ല എന്നതായിരുന്നു ഈ ഏറ്റുമുട്ടലിന് അടിസ്ഥാനം. ഇവോട് കൂടി നോക്കുമ്പോഴത്തേക്ക് ഒരു 3-4 യൂണിഫോംഡ് പോലീസ് ഓഫീസർ. അപ്പോൾ എൻ്റെ ഭാര്യ ഏതാണ്ട് പകുതി ബോധം പോയി. നാളെ രാവിലെ 5:30 മണിക്കും 6-നും ഇടയിൽ തലൈവർ ഉങ്ങളുടെ പാർക്കറേൻ 4:30 മണിക്ക് ഞങ്ങളുടെ കാറ് ഇവിടെ ഉണ്ടാവും. രാമാവരം എന്ന് പറയുന്ന സ്ഥലത്ത് തോട്ടം ആണ് അദ്ദേഹത്തിൻ്റെ വീട്. MGRനെ കാണാനുള്ള ജനക്കൂട്ടത്തെ പറ്റി ആരും പറഞ്ഞാൽ വിശ്വസിക്കും. അദ്ദേഹം TV സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ വന്നാൽ അവിടെ മുഴുവൻ ആളുകൾ നിൽക്കും. അപ്പോൾ ഇന്നർ മോസ്റ്റ് ഡ്രോയിങ് റൂമിൽ എന്നെ കൊണ്ടിരുത്തി. ഒരു 6 മണിയാകുമ്പോൾ അദ്ദേഹം മുകളിൽ നിന്ന് താഴത്തേക്ക് ഓഫീസ് റൂമിലേക്ക് വന്ന ഉടനെ എന്നെ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു, മന്നിക്കണം, എനിക്ക് തമിഴ് നன்றாக പേശ മുടിയില്ലേ. അതിനെന്താ, നമുക്ക് മലയാളത്തിൽ സംസാരിക്കാമല്ലോ. അടുത്ത് തന്നെ ഒരു കാസേരൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. അതിനല്ലേ ഞാൻ നിങ്ങളെ വരുത്തിയത് ഇവിടെ. അമ്മു എന്നാണ് അദ്ദേഹം ജയലളിതയെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അവിടെ മുഴുവൻ DMK-കാരാണ്. അവർ ആരോ അമ്മുവിൻ്റെ ഷോട്ട് എടുത്തു കളഞ്ഞു. ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണത്. ഞാൻ പറഞ്ഞു, ഞാൻ മടങ്ങി ചെന്നിട്ട് എന്താണ് ചെയ്യാൻ പറ്റുമോ നോക്കും. അല്ല അനിയൻ വിചാരിച്ചാലത് നടക്കും, ചെയ്യണം. ഇപ്പോൾ RM വീരപ്പൻ എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ മിനിസ്റ്റർ പുറത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉള്ളിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൂരദർശനായിട്ടുള്ള എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇവർക്ക് എന്ത് സൗകര്യം വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം. അവിടെ ഇരിക്കോ. പിന്നെ എൻ്റെ വീട്ടിൽ ആദ്യം വരുന്ന ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയിട്ടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി, ഐ വിൽ ജോയിൻ യു. പലതരം ചട്നി പൊടിയൊക്കെ ഉണ്ട്. വീട് സംബന്ധിയൊക്കെ ഞാൻ കൂട്ടം പറയും, ഇത് മറ്റേ പൊടിയാണ്, ലേശം രുചിച്ച് നോക്കും. മലയാളി കുക്കായിരുന്നു വീട്ടിൽ. വന്നിട്ട് അത് ഇഡ്ഡലി ഇനി ഇട്ട് കൊടുക്കും, ചൂടോടെ കൊണ്ടുപോവാം. വളരെ ഹോസ്പിറ്റാലിറ്റി അറ്റ് ബെസ്റ്റ് ഇൻ മൈ ലൈഫ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഓഫീസിൽ തന്നെ പോയി. കാരണം ഈ അന്ന് ഫിലിമിലാണ് കവറേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്ത് കളയുന്ന ഷോട്ട്സ് അത് പോയിട്ടുണ്ടോ ഇല്ലയോ നോക്കി. ഇല്ല, നോക്കുമ്പോഴത്തേക്ക് ആ കവറേജ് അവിടെ തന്നെയുണ്ട്. നെഗറ്റീവ് ഷോട്ട്സ് കളഞ്ഞില്ല. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇത് കളയുന്നത്. ലേലം വിളിച്ച് വിൽക്കും. അപ്പോൾ അത് ഞാൻ എടുത്തു നോക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ 2 പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് ചെയ്ത് അവരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് പ്രശ്നമില്ല, നമ്മൾക്ക് ഈ ഷോർട്സൊക്കെ ആഡ് ചെയ്ത് ഇനിയും ഒരു റിപ്പോർട്ട് സൺഡേ മോർണിംഗിൽ കൊടുക്കാം. ആൻഡ് ദാറ്റ് വാസ് ടെലികാസ്റ്റ്.